ഗുഡ് മോർണിംഗ് എവരിബഡി. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ്. ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പെക്സിൽ എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ലിങ്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അല്ലേ. ആ ലിങ്കിൻ്റെ അവസാനത്തിലുള്ളത് ഇങ്ങനെയാണ് NFH13 അല്ലേ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. അപ്പോൾ നമ്മൾ ഇമെയിൽ ID ചോദിക്കുക ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇമെയിൽ ID അവിടെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പം ഒരു ഇമെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു ഇമെയിൽ ID അടിച്ചു കൊടുത്തു. ഓക്കെ. അതിന് പാസ്വേഡ് ഒന്നെങ്കിൽ നമ്മൾ അപ്പെക്സിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ID അടിച്ച് തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ആയൊരു പാസ്വേഡ് തന്നിട്ടുണ്ട്. ആ പാസ്വേഡിന് ഇവിടെ കൊടുത്താൽ മതിയാകും. ഓക്കെ. അത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷന് വേണ്ട. നിങ്ങളെല്ലാവരും നിങ്ങളെ ID നമ്പർ ബുക്കിൽ എഴുതി വെച്ചിരിക്കുമല്ലോ. അപ്പോൾ IDൻ്റെ കൂടെ പാസ്വേഡ് എഴുതി വെച്ചേക്കും. അപ്പോൾ ആ പാസ്വേഡിന് ഇവിടെ കൊടുത്താൽ മതിയാകും. ഇനി അതല്ല, ഒരാൾക്ക് പുതിയൊരു പാസ്വേഡ് കൊടുക്കാം, നിങ്ങളിഷ്ടം. അപ്പോൾ ഞാനിവിടെ ID അടിച്ചപ്പം കൊടുത്തൊരു പാസ്വേഡ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ID അടിച്ചപ്പോൾ ഒരു പാസ്വേഡാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. കൊടുത്തു. അത് രണ്ടാമത് കൊടുക്കുക, കൺഫേം ചോദിക്കുകയാണ് കേട്ടോ. ആ പാസ്വേഡിനെ രണ്ടാമതോടെ അടിച്ചു കൊടുക്കുക. കൊടുത്തു. ഇനി എന്താ, ഇപ്പം കണ്ടോ റഫറൽ, ഇതിൻ്റെ ലിങ്കാണ്. ഇനി താഴെ കണ്ടോ ഐ എഗ്രി ടു ദ ടേം ആൻഡ് കണ്ടീഷൻ പറയുന്നുണ്ട്. അവിടെ ഇടത് ഭാഗത്തുണ്ട് ഒരു കോളുണ്ട് കണ്ടോ. ആ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ ഒരു ശരി അവിടെ വരും. ഓക്കെ. എന്നിട്ട് രജിസ്റ്റർ താഴ്ന്ന മേലോട്ട് നീക്കുക. അപ്പോൾ രജിസ്റ്റർ കണ്ടോ, രജിസ്റ്റർ ചെയ്യുക. കണ്ടോ, ഈ മെയിൽ ID ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇത്ര ചെയ്യുക ആദ്യം. ഇത്ര ചെയ്ത് ബാക്കി നമുക്ക് പിന്നെ പറയാം. ഓക്കെ.